സ്വരാജ് വേണമെന്ന ആവശ്യം, ജയസാധ്യതയുണ്ടെന്ന് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജ് വേണമെന്ന ആവശ്യം. ഇന്ന് ചേർന്ന CPIM ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് സ്വരാജിനായി ആവശ്യമുയർന്നത്. മണ്ഡലത്തിൽ സ്വരാജ് മത്സരിച്ചാൽ ജയസാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. സ്വരാജിനൊപ്പം മുൻ മേയറും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ M അനിൽകുമാറിന്റെ പേരും മണ്ഡലത്തിൽ പരിഗണനയിലുണ്ട്. അതേസമയം എറണാകുളം ജില്ലയിലെ 5 സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കാനും ധാരണയായിട്ടുണ്ട്. പറവൂർ സീറ്റ് വെച്ചുമാറാനും ആലോചനയുള്ളതായാണ് വിവരം. ചട്ടുകം വെച്ച് കുട്ടികളെ പൊള്ളിച്ചു, അച്ഛനും രണ്ടാനമ്മയും റിമാൻഡിൽ. ചട്ടുകം വെച്ച് രണ്ടാനമ്മ മക്കളെ പൊള്ളിച്ചു. പൊള്ളലേറ്റത് 5, 6, 11 വയസ്സുള്ള കുട്ടികൾക്കാണ്. അരീക്കോട് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് രക്ഷിതാക്കൾ. കുട്ടികളുടെ അച്ഛനെയും രണ്ടാനമ്മയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരെയും റിമാൻഡ് ചെയ്തു. 9ാം ക്ലാസ്സുകാരിയെ ബാധ ഒഴിപ്പിക്കാനെന്ന വ്യാജേന പീഡിപ്പിച്ചു, പൂജാരി കുറ്റക്കാരൻ. തിരുവനന്തപുരത്ത് 9ാം ക്ലാസ്സുകാരിയെ ബാധ ഒഴിപ്പിക്കാനെന്ന വ്യാജേന പീഡിപ്പിച്ച പൂജാരി കുറ്റക്കാരനാണെന്ന് പോക്സോ കോടതി. ക്ഷേത്രപൂജയ്ക്കെത്തിയ 14-കാരിയെ ബാധ ഒഴിപ്പിക്കാനെന്ന വ്യാജേന ലൈംഗികമായി പീഡിപ്പിച്ച 45-കാരനായ വിനീഷിനെ തിരുവനന്തപുരം പോക്സോ ജില്ലാ കോടതി MP ഷിബു കുറ്റക്കാരനെന്ന് കണ്ടെത്തി. തിരുവനന്തപുരം കണ്ണമൂല ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പ്രതി. ആലുവ UC കോളേജിൽ പ്രിൻസിപ്പലിന് നേരെ കരിയോയിൽ ഒഴിച്ച് KSU പ്രവർത്തകർ. പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ആലീസിന് നേരെയാണ് കരിയോയിൽ പ്രയോഗം. കോളേജിൽ നിന്ന് പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കരിയോയിൽ ഒഴിച്ചത്. പ്രതിഷേധിച്ച KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലമീൻ മിവാജോളി എന്നിവരടക്കം 10ഓളം KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലത്ത് ഇരുതലമുരിയുമായി കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 5 പേർ പിടിയിൽ. ഇരുതലമുരിയുമായി കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 5 പേർ പിടിയിൽ. കൊല്ലത്ത് നിന്നുമാണ് ലക്ഷങ്ങൾ വിലയുള്ള ഇരുതലമുരിയുമായി സംഘം പിടിയിലായത്. കൊല്ലത്തെ കോൺഗ്രസ് നേതാവാണ് സംഘത്തിലുള്ളത്. മുൻ DCC അംഗമായ തട്ടാമലയിൽ അൻസറുദ്ദീനാണ് 5 പേരിൽ ഒരാൾ. തട്ടാമലയിൽ അൻസറുദ്ദീൻ, നിസാറുദ്ദീൻ, കോട്ടയം സ്വദേശി ചെറിയാൻ, ചാത്തന്നൂർ സ്വദേശി ഫിയാസ്, കടക്കൽ സ്വദേശി നൌഫൽ എന്നിവരാണ് പിടിയിലായത്. ഫോറസ്റ്റ് ഇന്റലിജൻസ് ആണ് ഇവരെ പിടികൂടിയത്. 3.5 ലക്ഷത്തോളം രൂപയ്ക്ക് വെല്ലൂർ സ്വദേശിയിൽ നിന്നാണ് ഇവർ ഇരുതലമുരിയെ വാങ്ങിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഭൂമി തട്ടിപ്പ് പരാതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഭൂമി തട്ടിപ്പ് പരാതി. ഈടായി വാങ്ങിയ ഭൂമി പോറ്റി മറിച്ചുവിട്ടെന്നാണ് പരാതി. പ്രത്യേക അന്വേഷണ സംഘത്തിലെ തലവനാണ് പരാതി ലഭിച്ചിട്ടുള്ളത്. പരാതിയിന്മേൽ SIT അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ട സ്വദേശിയാണ് പരാതി നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഭൂമി തട്ടിപ്പ് നടത്തിയത് 2020-ലാണെന്ന് പരാതിയിൽ പറയുന്നു. ആലപ്പുഴയിൽ ചൂടുപിടിച്ച സ്ഥാനാർത്ഥി ചർച്ച. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്ത് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ തന്നെ മത്സരിക്കും. അരൂരിൽ ദലീമ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി R നാസറാണ് പരിഗണനയിലുള്ളത്. കായംകുളത്ത് നിലവിലെ MLA ആയി U പ്രതിഭ മാറിയേക്കും. കായംകുളത്ത് ബാബുജാൻ, ജില്ലാ സെക്രട്ടറി R നാസർ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. അമ്പലപ്പുഴയിൽ H സലാം, ആലപ്പുഴയിൽ ചിത്രഞ്ജൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പകരം തളിപ്പറമ്പിൽ N സുകന്യ ജനവിധി തേടിയേക്കും. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യുമായ ജെയിംസ് മാത്യുവിന്റെ ഭാര്യയുമാണ് N സുകന്യ. MV ഗോവിന്ദന്റെ ഭാര്യ VK ശ്യാമളയുടെ പേര് ഒരു വിഭാഗം ചർച്ചയ്ക്ക് വെച്ചെങ്കിലും ഭൂരിപക്ഷ പിന്തുണ ലഭിച്ചില്ലെന്നാണ് വിവരം. വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമം. എറണാകുളം നോർത്ത് സ്റ്റേഷൻ ASI PN സന്തോഷിനാണ് പരിക്കേറ്റത്. ബോണറ്റിലേക്ക് വീണ സന്തോഷുമായി കാർ 20 മീറ്റർ മുന്നോട്ട് പാഞ്ഞുപോയി. സഡൻ ബ്രേക്ക് ഇട്ടതോടെ ASI റോഡിലേക്ക് തെറിച്ചു വീണു. കാറിൽ കിടന്ന പ്രതികൾക്കായി തിരച്ചിൽ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ബൊലേറോ കാറാണ് അപകടമുണ്ടാക്കിയതെന്നാണ് FIR-ൽ പറയുന്നത്. കലൂർ ദേശാഭിമാനി റോഡിൽ ഇന്നലെ രാത്രി 11:30-യോടെ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തിയിരുന്നു. 5 വർഷം മുമ്പ് വൈറ്റിൽ കത്രിക മറന്നുവെച്ചു. തെളിവെടുപ്പിന് ഹാജരാകാൻ പരേതന് നോട്ടീസ് അയച്ച് തൃശൂർ മെഡിക്കൽ കോളേജ്. 5 വർഷം മുമ്പ് വൈറ്റിൽ കത്രിക മറന്നുവെച്ചു. തെളിവെടുപ്പിന് ഹാജരാകാൻ പരേതന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നോട്ടീസ്. രോഗി മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞുവെന്നത് അറിയാതെയാണ് മെഡിക്കൽ കോളേജ് നോട്ടീസ് അയച്ചത്. 2020-ലാണ് തൃശൂർ കൂർക്കഞ്ചേരി സ്വദേശി ജോസഫ് പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത്. പാൻക്രിയാസിൽ മുഴ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ശസ്ത്രക്രിയ. വേദന മാറാതെ വന്നതോടെ സ്കാനിങ്ങിലൂടെ കത്രിക കണ്ടെത്തി. സ്വകാര്യ ആശുപത്രിയിലെത്തി കത്രിക നീക്കം ചെയ്തിരുന്നു.